കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. വാരിയെല്ലുകൾ പൂർണ്ണമായി ഒടിഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗൂഗിൾ രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ഗൂഗിൾ, എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതലായി പറയുന്നത്? എപ്പോഴാണ് ബിന്ദുവിന്റെ മരണം എന്ന് കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്? എന്തായാലും ആ മരണസമയം കൃത്യമായിട്ട് കണക്കാക്കാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം രേഖകൾ ഈ ഒരു പുറത്തു വന്നിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുറത്തു വന്നിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം മരണകാരണം തലക്കേറ്റിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അപകടത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തു വന്ന അവസ്ഥയുണ്ടായിരുന്നു. ഒപ്പം വാരിയെല്ലുകൾ പൂർണ്ണമായിട്ടും ഒടിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്വാസകോശം, ഹൃദയം, കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായിട്ട് ക്ഷതം സംഭവിച്ചിട്ടുണ്ടായിരുന്നതായിട്ടും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഇന്നലെ അപകടത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. എന്തായാലും 3-ാം നിലയിലെ ശുചിമുറിയിൽ നിന്നാണ് ഈ കെട്ടിട ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നതിനൊപ്പം ബിന്ദുവും താഴേക്ക് പതിച്ചത്. അതിനുശേഷം അവരുടെ ദേഹത്തേക്ക് വലിയ കോൺക്രീറ്റ് പാളികൾ വീണിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വാരിയെല്ലുകൾ ഒടിയുകയും ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഗുരുതരമായിട്ടുള്ള ക്ഷതം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം വീഴ്ചയുടെ ആഘാതത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തു വന്ന അവസ്ഥയും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. വലിയ കോൺക്രീറ്റ് പാളികൾക്കടിയിൽ നിന്നാണ് ഈ ബിന്ദുവിന്റെ മൃതദേഹം ഇന്നലെ കണ്ടെടുക്കാനായിട്ട് സാധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. എന്തായാലും ഇവർ ഈ ശുചിമുറി ഉപയോഗിക്കാനായിട്ട് കയറിയ സമയത്താണ് ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടായതെന്ന് ഒരു സൂചന ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. എന്താ ഏറെക്കുറെ ആ കാര്യം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിനീത്, ശരി, വ്യക്തമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കേറ്റിരുന്നു ബിന്ദുവിന് അപകടം നടന്ന ഉടൻ തന്നെ എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് തലക്കേറ്റ ഗുരുതര പരിക്ക്, അതിലൂടെ തലയോട്ടി പൊട്ടുകയും തലച്ചോറ് പുറത്തേക്ക് വരികയും ചെയ്തു. ആന്തരിക രക്തസ്രാവം ഉണ്ടായി, അതാണ് മരണകാരണമായിരിക്കുന്നത്. വാരിയെല്ലുകൾ പൂർണ്ണമായി ഒടിഞ്ഞു എന്നുള്ളതും ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായ ക്ഷതമേറ്റു എന്നുള്ളതും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതായി ഗൂഗിൾ രമേശ് റിപ്പോർട്ട് ചെയ്യുകയാണ്.